അമിത്ഷാ എവിടെ? ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് ഏറ്റവും അധികം ഉയർന്നുകേട്ട ചോദ്യമാണിത്. സഭ ആരംഭിക്കുന്ന രാവിലെ 11 മുതൽ 1 മണിക്കൂർ അംഗങ്ങളുടെ ചോദ്യങ്ങളും അതിനുള്ള മന്ത്രിമാരുടെ മറുപടികളുമാണ്. എന്നാൽ ഇവിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്രമാണ് ചോദ്യം ഉയർന്നത്, അതും ഒറ്റ ചോദ്യം മാത്രം. പക്ഷേ അതിന് ഭരണപക്ഷത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 10ാം ദിനവും ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. CJP സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യമുയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ചേർന്ന ഉടനെ അമിത്ഷാ എവിടെയെന്ന ചോദ്യം ഉയർത്തിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റത്. ലോക്സഭ ആദ്യം 12 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് ചേർന്നെങ്കിലും അധികം സമയം തുടരാനായില്ല. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഭേദഗതി ബിൽ ചർച്ച കൂടാതെ സഭ പാസാക്കി തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ബില്ലുകൾ ചർച്ച കൂടാതെ പാസാക്കുന്നതിനുള്ള അതൃപ്തി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ബിൽ ചർച്ചകളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങിയില്ല. രാവിലെ പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ സമരത്തെ സ്പീക്കർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചായിരുന്നു പ്രതിഷേധം. ഇതിന് നേതൃത്വം കൊടുത്ത പപ്പു യാദവ് MP-യെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയുമാണ് സ്പീക്കർ ഓം ബിർള ഉന്നമിട്ടത്. നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വിലക്കിയിട്ടുണ്ടെന്ന് സ്പീക്കർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അമിത്ഷായ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷം ഇതൊന്നും കാര്യമായി എടുത്തില്ല. AK-47 തോക്കുകൾ ഉപയോഗിക്കാൻ ആരാണ് പറഞ്ഞതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അമിത്ഷായെ കൊണ്ട് മറുപടി പറയിക്കാതെ വിടില്ലെന്ന ഉറച്ച നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. വരും ദിനങ്ങളിലും ഇതേ നിലപാട് തുടരാനാണ് തീരുമാനം. എന്നാൽ വിഷയത്തിൽ അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് സർക്കാർ. ഈ മാസം 20-നാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ പ്രധാനമന്ത്രി മോദിയോ അമിത്ഷായോ സഭയിൽ എത്തിയിട്ടില്ല. മോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ ഇറക്കി പ്രതികരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്നലെ പരീക്ഷാ പരിഷ്കരണ ബിൽ പാർലമെന്റ് പാസാക്കിയതിനെ അഭിനന്ദിച്ചും മോദി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനോട് മോദിയുടെ പാർലമെന്റ് സോഷ്യൽ മീഡിയ ആണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ഇന്ന് ലോക്സഭയിൽ നടന്ന ബഹളത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. माननीय सदस्यगण, मैंने कई बार आग्रह किया है आपसे, प्रश्नकाल महत्वपूर्ण समय होता है, माननीय सदस्यों का है और आज शेष पटेल आपके कांग्रेस के माननीय सदस्य का है। आप प्रश्नकाल के अंदर नियोजित तरीके से गतिरोध पैदा मत करिए। आप सदन को चलने दें। प्रश्नकाल, प्रियंका जी का भी आज प्रश्नकाल में क्वेश्चन है और वह खड़ी है प्रश्न पूछने के लिए, लेकिन आप सदन बाधित कर रहे हैं। और मेरा आग्रह है, मैंने पूर्व में भी कहा था कि सदन के अंदर तख्तियां लेकर आकर बैनर लेकर आना ये संसद की परंपराओं और मर्यादाओं के अनुरूप नहीं है। और कुछ मान्य सदस्य तो वेश बदल कर संसद में जिस तरीके से पहनकर आते हैं, मेरी उन मान्य सदस्यों को चेतावनी है। संसद या संसद के परिसर में मुझे कई मान्य सदस्यों ने मिलकर और लिखकर दिया है कि संसद भवन और संसद परिसर की पवित्रता बनी रहनी चाहिए, मर्यादा बनी रहनी चाहिए। लेकिन आपको जनता ने चुनकर भेजा है संसद में चर्चा संवाद के लिए। आप सदन की पवित्रता को समाप्त कर रहे हैं, उसकी गरिमा को समाप्त कर रहे हैं। मैं आपसे पुनः आग्रह करता हूं कि आप अपनी अपनी सीट पर विराजें। आप सदन नहीं करना चाहते, सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है।